സർവേ സബ്ജക്റ്റിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എന്നാൽ പല ചോദ്യപേപ്പറുകളിലും കണ്ടുവരാറുള്ള നമ്മളൊന്ന് ശ്രമിച്ചാൽ കിട്ടാൻ പോകുന്ന തരത്തിലുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ സർവേയിലെ ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ വീഡിയോ ആണ് ഈ സീരീസിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യ വീഡിയോ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എന്താണ് സബ്സ്റ്റൻസ് ബാർ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഒരു മാർക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ചില എക്സാമുകളിൽ കിട്ടാൻ അത് സഹായിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെർനിയർ സ്കെയിലുകളെ കുറിച്ചാണ്. ഇത് പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇത് സർവേ ആണോ, ഡ്രോയിങ് ആണോ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണോ എന്ന് തെറ്റിദ്ധരിച്ചേക്കാം. രണ്ടിലും ഉണ്ട്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലും സർവേയിലും നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം തന്നെയാണ് സ്കെയിൽസ്. ആ സ്കെയിൽസ് പലതരത്തിലുള്ളതുണ്ട്. നമുക്കറിയാം, പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, കമ്പാരിറ്റീവ് സ്കെയിൽ, സ്കെയിൽ ഓഫ് കോഡ്. അതിലൊരെണ്ണമാണ് വെർനിയർ സ്കെയിൽസ്. ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് നമ്മൾ വെർനിയറിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ തന്നെ തിയോഡലൈറ്റിൽ വെർനിയർ, എ വെർനിയറും ബി വെർനിയറും സി വെർനിയറും ഡി വെർനിയറും ഒക്കെ നമ്മൾ കാണുന്നതാണ്. എന്താണ് ആ വെർനിയർ സ്കെയിലുകൾ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വെർനിയർ സ്കെയിൽസ്, ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ കടന്നു വരാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുക. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് തുടങ്ങാം. ഒരു പ്ലെയിൻ സ്കെയിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കൂ, ആകെ 5 ഡെസിമീറ്റർ നീളമുള്ള സ്കെയിലാണ് വരച്ചിരിക്കുന്നത്. അതിന് 5 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം 1 ഡെസിമീറ്ററാണ്. അങ്ങനെ ഒരു പ്ലെയിൻ സ്കെയിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. 1 ഡെസിമീറ്റർ എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്ററാണ്. ഇതിൽ ഒരു ഡിവിഷൻ 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിനെ ഞാൻ വീണ്ടും 10 തുല്യ ഭാഗങ്ങളാക്കുകയാണ്. 10 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഞാൻ വെറുതെ വരച്ചതാണ്, എണ്ണം കറക്റ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. 10 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് 2, 4, 6, 8, 10 എന്നിങ്ങനെ മാർക്ക് ചെയ്യാം. സ്ഥലമില്ലാത്തത് കൊണ്ടാണ് 2, 4, 6, 8, 10 എന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. ഇതൊരു പ്ലെയിൻ സ്കെയിലാണ്. അടുത്തടുത്തുള്ള 2 യൂണിറ്റുകളിൽ റീഡ് ചെയ്യാൻ കഴിയുന്നവയാണ് പ്ലെയിൻ സ്കെയിൽ എന്ന് പറയാം. ഡെസിമീറ്ററിലും റീഡ് ചെയ്യാം, സെൻറ്റിമീറ്ററിലും റീഡ് ചെയ്യാം. എന്നാൽ നമുക്കിതിൻ്റെ ലീസ്റ്റ് കൗണ്ട് ഇനിയും ചെറുതാക്കണം. ഈ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണല്ലോ, ഏറ്റവും ചെറിയ അളവ് 1 സെൻറ്റിമീറ്ററാണ്. ഇനിയും ലീസ്റ്റ് കൗണ്ട് ചെറുതാക്കണം. അതിനാണ് നമ്മൾ വെർനിയർ ഉപയോഗപ്പെടുത്തുന്നത്. ആ വെർനിയർ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതാകെ 10 ഡിവിഷൻ ഉണ്ട്. ഒരു ഡിവിഷൻ 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതാകെ 10 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി വെർനിയർ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ആകെ 9 ഡിവിഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ 9 സെൻറ്റിമീറ്റർ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് 9 സെൻറ്റിമീറ്ററിലെ വരയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 9ാമത്തെ ലൈനിൻ്റെ നേരെയാണ് അത് വരിക. ശരിയല്ലേ? 9 സെൻറ്റിമീറ്ററിലെ വെർനിയർ വരച്ചു. ആ വെർനിയറിനെ നമ്മൾ 10 തുല്യ ഭാഗങ്ങളാക്കി തന്നെ ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ ആകെ 9 സെൻറ്റിമീറ്ററിനെയാണ് 10 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം എത്രയുണ്ടാവും? 0.9 സെൻറ്റിമീറ്റർ അല്ലേ? ഒരു ഭാഗം എത്രയാ? 0.9 സെൻറ്റിമീറ്റർ. അഥവാ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ വരിക 0.9 സെൻറ്റിമീറ്റർ ആണ്. അതേസമയം ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയുണ്ടായിരുന്നു? മെയിൻ സ്കെയിൽ ഡിവിഷൻ എസ് കൊണ്ട് സൂചിപ്പിക്കാം. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. 1 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഏത് ചെറുതാണ് ഏത് വലുതാണ് എന്നുള്ള കാര്യം. വെർനിയർ സ്കെയിൽ ഡിവിഷൻ ചെറുതാണ് അല്ലേ? വെർനിയർ സ്കെയിൽ ഡിവിഷൻ ചെറുതാണ് ഏതിനേക്കാൾ? മെയിൻ സ്കെയിൽ ഡിവിഷനേക്കാൾ ചെറുതാണ് എന്നുള്ള കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ 10 ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈൻ ഇങ്ങനെ വരും. നമ്മുടെ ആദ്യത്തെ മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ അത്രയും ഉണ്ടാവില്ല, കുറച്ചിങ്ങനെ കുറഞ്ഞു നിൽക്കും അല്ലേ? ഇനി ഞാൻ അങ്ങനെ നോക്കിയൊന്നും വരയ്ക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചിടുകയാണ്. 10 തുല്യ ഭാഗങ്ങളായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ആ വെർനിയർ. ഇതിൽ 0, 5, 10 എന്ന് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. 0, 5, 10. ഇവിടെ ഒന്ന് ആലോചിക്കണം.
ഈ മെയിൻ സ്കെയില് 0, 1, 2, 3, 4 ഡയറക്ഷൻ അങ്ങോട്ടാ, റൈറ്റ് സൈഡിലേക്കാണ്, ഈ സൈഡിലേക്കാണ് ഡയറക്ഷൻ പോകുന്നത്. വെർനിയറോ 0, 5, 10 ഈ ഡയറക്ഷനിൽ തന്നെയാണ്. അഥവാ മെയിൻ സ്കെയിൽ എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെ വെർനിയറും പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെർനിയറിനെ നമ്മൾ വിളിക്കുക ഫോർവേഡ്, മുന്നോട്ട് പോകുന്ന വെർനിയർ എന്നുള്ള അർത്ഥത്തിൽ നമുക്കിതിനെ വിളിക്കാം ഫോർവേഡ് വെർനിയർ. ഫോർവേഡ് വെർനിയർ അല്ലെങ്കിൽ ഡയറക്റ്റ് വെർനിയർ. ഡയറക്റ്റ് വെർനിയർ എന്ന് നമുക്ക് വിളിക്കാം. ഫോർവേഡ് വെർനിയർ അല്ലെങ്കിൽ ഡയറക്റ്റ് വെർനിയർ എന്ന് നമുക്ക് വിളിക്കാം. കാരണം മെയിൻ സ്കെയിൽ പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് വെർനിയർ സ്കെയിലും പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫോർവേഡ് വെർനിയറിൽ അഥവാ ഡയറക്റ്റ് വെർനിയറിൽ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനേക്കാളും എന്തായിരിക്കും, ചെറുതായിരിക്കും. ആ ഒരു ആശയം നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഇവിടെ ഈ കേസിനെ ഇങ്ങനെ പറയാം, n വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് n എന്ന് വെച്ചാൽ 10 ഡിവിഷനാണ്. ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് വെച്ചാൽ 0.9 ആണ്. അപ്പോൾ n വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ടാവും? 10 × 0.9 എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും? 9 ഉണ്ടാവും. ഞാൻ അവിടെ വെറുതെ എഴുതിയെന്നേ 9. n വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇസ് ഈക്വൽ ടു എത്ര മെയിൻ സ്കെയിൽ ഡിവിഷന് തുല്യമായിരിക്കും എന്നാണ് നോക്കുന്നത്. n-1 മെയിൻ സ്കെയിൽ ഡിവിഷന് തുല്യമായിരിക്കും. ശരിയാണോ? n 10, 10 - 1 9. 9 × ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാ? 1 സെന്റിമീറ്റർ. അപ്പോൾ 9 × 1 എത്ര തന്നെയാണ് വരുന്നത്? 9. നോക്കൂ, 9 ഇസ് ഈക്വൽ ടു 9 എന്ന് വന്നില്ലേ? അതായത് ഒരു ഫോർവേഡ് വെർനിയർ അഥവാ ഡയറക്റ്റ് വെർനിയർ എന്ന് പറയുന്നതിൻ്റെ കണ്ടീഷനാണ് ഇത്. n വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇസ് ഈക്വൽ ടു n-1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമുകൾക്കും ഇത് ചോദിക്കാറുണ്ട്. അത് ഇനിയുള്ള വെർനിയറുകൾ പറയുമ്പോൾ അങ്ങോട്ട് മാറിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്കത് മാറാതെ കിട്ടും. നമുക്കറിയാം ഇതിനകത്ത് ഒരു ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർനിയറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനും അതിന് S എന്ന് പറയാം, ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ V എന്ന് പറയാം. അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒരു വെർനിയറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെയിൻ സ്കെയിൽ ഡിവിഷനും വെർനിയർ സ്കെയിൽ ഡിവിഷനും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസമാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, V ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ n അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ? n-1 ഡിവൈഡഡ് ബൈ n വരും, ഇൻറ്റു S കൂടി ഉണ്ട്. ഒന്നുകൂടെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. n/n ഇരു കൂടെ n/n മൈനസ് 1/n ഇൻറ്റു എന്തുണ്ട്? S ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, ഇനിയോ V ഇസ് ഈക്വൽ ടു n/n 1 മൈനസ് 1/n S. ഒരിക്കൽ കൂടെ V ഇസ് ഈക്വൽ ടു S കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് എഴുതാം? S മൈനസ് S/n എന്ന് എഴുതാം അല്ലേ? V ഇസ് ഈക്വൽ ടു S മൈനസ് S/n. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനും ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷനും തമ്മിലുള്ള വ്യത്യാസം. അഥവാ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനിൽ നിന്ന് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ കുറച്ചാൽ കിട്ടുന്നതാണ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ഇവിടെ ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു S മൈനസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്, S മൈനസ് S/n അല്ലേ? ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? S ക്യാൻസലായി പോകും, മൈനസ് മൈനസ് പ്ലസ് S/n. അഥവാ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്? നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. നോക്കൂ, ഇവിടുത്തെ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 1 സെൻറ്റിമീറ്റർ ആയിരുന്നു. 1 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 10 അല്ലേ? അപ്പോൾ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടി. 0.1 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ലീസ്റ്റ് കൗണ്ട്. അതിൽ മാറ്റമില്ല. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ S/n ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. S/n എന്ന് പറയുന്നത് ഇപ്രകാരമാണ്.
ഇതാണ് ഈ വെർനിയർ ആണ് എന്നറിയപ്പെടുന്നത് ഫോർവേഡ് വെർനിയർ അഥവാ ഡയറക്റ്റ് വെർനിയർ. എന്താണ് അതിൻ്റെ പ്രത്യേകത? മെയിൻ സ്കെയിൽ പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഏതും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. വെർനിയർ സ്കെയിലും കടന്നു പോകുന്നുണ്ട്, ഒരേ ഡയറക്ഷനിൽ പോകുന്നതാണിത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഈ ഒരു കണ്ടീഷനാണ്. എന്താണ്? NV = n-1s. ഇത് പല എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കാണാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമോ? ചെയ്ത് നോക്കി ഈ ഫിഗറൊക്കെ ഒന്ന് വരച്ച് ഈ എല്ലാ ആശയങ്ങളും കിട്ടുന്നുണ്ട്, ഈ S/N ലീസ്റ്റ് കൗണ്ട് S/N എത്തിക്കാൻ കഴിയുന്നുണ്ടോ, ഈ കണ്ടീഷനൊക്കെ ശരിക്കും കാണാതെ എഴുതാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാമോ? അങ്ങനെ ഒന്ന് സ്വയം അതൊന്ന് ഈ ബോർഡിൽ നോക്കാതെയൊക്കെ ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇമേജ് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പൊക്കെ ഒന്ന് ചെയ്ത് തരിക, എങ്ങനെയുണ്ട് എന്ന് നോക്കട്ടെ. കഴിയുമെങ്കിൽ ഇത് ഫോർവേഡ് വെർനിയറാണ്. ഇതിന് ഓപ്പോസിറ്റ് ഒരെണ്ണമുണ്ട്, ബാക്ക്വേഡ് വെർനിയർ, റിട്രോഗ്രേഡ് വെർനിയർ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അത് അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കാണിച്ചു തരാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തരിക. വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അതിൻ്റെ ഒരു ഇമേജ് ചെയ്യുക. ഏതായാലും നമുക്ക് അടുത്ത ഒരു സെഷനിൽ അത് ചെയ്യാം. ബാക്ക്വേഡ് വെർനിയറും അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് വെർനിയറും നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് 1 മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്, കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ചെയ്തിട്ടുള്ള ഇമേജുകളൊക്കെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുമെന്നുള്ളതും കൂടെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.